ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ 9 പേരുടെ പത്രികകളാണ് കഴിഞ്ഞ ദിവസം സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ഇതോടെ മണ്ഡലത്തിൽ 13 സ്ഥാനാർത്ഥികൾ മാത്രമായി. ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിൻ്റെ ഭാര്യ ഷേർലി ജോണിൻ്റെ സ്ഥാനാർത്ഥിത്വമെന്നും അതിന് പിന്നിൽ BJP ആണെന്നും ഇടതു വലത് മുന്നണികൾ ആരോപിച്ചു. ED അന്വേഷണം നേരിടുന്ന ആളാണ് മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാല. CSI വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJP സ്ഥാനാർത്ഥിക്ക് ജയം എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് ഷേർലി ജോണിനെ മത്സരിപ്പിക്കുന്നതെന്നാണ് സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വാദം. എന്നാൽ പത്രിക തള്ളപ്പെട്ടതോടെ സഭാ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ആശ്വാസമായി. ഏറ്റവും ഒടുവിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഷേർലി നാമനിർദ്ദേശ പത്രിക നൽകിയത്. തിരുവനന്തപുരത്ത് നിർണായക വോട്ട് ബാങ്ക് CSI സഭയ്ക്കുണ്ട്. സാധാരണഗതിയിൽ ഈ വോട്ട് ബാങ്കിൽ നല്ലൊരു ശതമാനവും ലഭിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനാണ്. പാറശാല, നെയ്യാറ്റിൻകര, കോവളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ തരൂർ ലീഡ് നേടുന്നതിൽ CSI വോട്ടുകൾക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഷേർലി മത്സരിക്കുന്നത് തരൂരിനെ ബാധിക്കുമെന്ന നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. 3 മാസങ്ങൾക്ക് മുൻപാണ് ധർമ്മരാജ റസാലം ബിഷപ്പ് പദവി ഒഴിഞ്ഞത്. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ റസാലത്തിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതായത് ED കേസെടുത്തത് സഭയ്ക്കുള്ളിലും വലിയ വിവാദമായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന സംശയത്തിൽ വിദേശത്തേക്ക് പോകാനായി എത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചത് ഉൾപ്പെടെയുള്ള നാടകീയ സംഭവങ്ങളുണ്ടായി. ഈ കേസിൽ EDയും ബിഷപ്പിനെ ചോദ്യം ചെയ്തു വരികയാണ്. EDയുടെ അന്വേഷണ നടപടികൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഇടപെടലുകളുടെ കുരുക്ക് മുറുകുമ്പോഴാണ് റസാലത്തിൻ്റെ ഭാര്യ ഷേർലി റസാലം മത്സരിക്കാൻ പത്രിക നൽകിയത്. ഇതോടെ BJPയുടെ തന്ത്രമാണ് ഷേർലി മത്സരിക്കുന്നതിന് പിന്നിലെന്ന ആരോപണം ശക്തമായി. അതിശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഷേർലി റസാലം പിടിക്കുന്ന ഓരോ വോട്ടും നിർണായകമായിരുന്നു. CSIക്ക് നിർണായക സ്വാധീനമുള്ള നെയ്യാറ്റിൻകര, പാറശാല, കോവളം മേഖലകളിൽ വോട്ടുകൾ ഭിന്നിച്ചേനെ. ബിഷപ്പ് പദവി ഒഴിഞ്ഞെങ്കിലും ധർമ്മരാജ് റസാലത്തിന് സഭയ്ക്കുള്ളിൽ നല്ല സ്വാധീനമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാൽ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം റസാലത്തിനും നിർണായകമായിരുന്നു. റസാലത്തിനെതിരെ സഭയ്ക്കുള്ളിലും പല വിധത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടി തടയിടാനുള്ള ശ്രമമാണ് സ്ഥാനാർത്ഥിത്വമെന്നും പറയപ്പെടുന്നു. നേരത്തെ ധർമ്മരാജ് റസാലത്തിൻ്റെ വിരമിക്കലിനെ ചൊല്ലി സഭയ്ക്കുള്ളിൽ തർക്കം നിലനിന്നിരുന്നു. വ്യാജരേഖകളുണ്ടാക്കി തുടരുന്ന ബിഷപ്പിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചിരുന്നു. 2023 സെപ്റ്റംബറിൽ കോടതി വിധിയെ തുടർന്ന് ബിഷപ്പ് ധർമ്മരാജൻ റസാലം ഔദ്യോഗികമായി സ്ഥാനമൊഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് മാനേജർ എന്ന നിലയിൽ ധർമ്മരാജ് റസാലം സഭാ ആസ്ഥാനത്ത് തന്നെയാണ് താമസിക്കുന്നത്.